ഗോപേശം പറഞ്ഞതാണ്. അല്ലല്ല, അതല്ല, ഫാക്ട് തെറ്റിച്ച് പറയല്ലേ. 2000 Think before you talk. തന്നെയാണ് സാർ. ബൈറ്റ് ഉണ്ട്, സൗണ്ട് ബൈറ്റ് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. പ്ലേ. എന്താ? ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഇക്കാര്യത്തിൽ ഒരു അന്തംഗമ്മി സ്റ്റൈലിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രഘുവിൻ്റെതായിട്ട് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ആ അന്തംഗമ്മി പോസ്റ്റ് പൊളിഞ്ഞ് പാളീസായി. ആ പോസ്റ്റ് മുക്കി രഘുവിന് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതൊക്കെ കാണിക്കാം സാർ, കാണിക്കാതെ ഇവിടെ പോവാനാ. ഞാൻ എടുക്കുകയാണ്, പിന്നെ അത് കാണിച്ചിട്ടേ ബാക്കി സംസാരിക്കുന്നുള്ളൂ. ആശാന്റെ വാചകങ്ങൾ അത് വാർത്തയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അന്ന് ഈ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുവോ എന്ന് ചോദിച്ചു. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അത് ചോദിച്ചു ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല. ഇത് നമുക്ക് പ്ലീസ് കണക്ട് ജെയ്സൺ, നമ്മുടെ തൃശൂർ റിപ്പോർട്ടർ പറഞ്ഞാൽ അംഗീകരിക്കാമല്ലോ. അതാ സർ, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 94 മുതൽ സുരേഷ് ഗോപി അറിയാവുന്ന ആളാണ്. പരിചയപ്പെടാൻ പറ്റില്ല, ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിതിൽ പറഞ്ഞു വന്നപ്പോൾ സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ്, ഈ പറയുന്ന രഘു. അപ്പോൾ രഘുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിപ്പിക്കുന്നതൊക്കെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എനിക്ക് എന്റെ അനുഭവ സമ്പത്ത് പറയണം, അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല, അനുഭവ സമ്പത്ത് അല്ല ഇവിടുത്തെ വിഷയം ഗോപിയാശാനാണ്. അതേക്കുറിച്ചാണ് മകനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസും BJP ഒന്നും വീട്ടിലേക്ക് വരേണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മകന്റെ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചത്. ഈ വിവാദം ഉണ്ടാക്കിയത് ഗോപിയാശാന്റെ മകനാണ്.